നമുക്ക് ഉൽപ്പത്തി 12:3 ഒന്ന് പോയാലോ? നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി 12:3 നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാമിനെ പറ്റിയാണ്. അബ്രഹാമിൽ നിന്നാണ് ഇസ്രായേൽ മക്കളുടെ ആരംഭം എന്ന് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വായിക്കാതെ നമുക്ക് ഇസ്രായേൽ മക്കളുടെ ആരംഭം നമുക്ക് അബ്രഹാമിന്റെ അടുത്ത് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് അവനെ വിളിക്കുമ്പോൾ തന്നെ. അതായത് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയൊക്കെ വിടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉൽപ്പത്തി 12:3 നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നത് സകല വംശങ്ങളും എന്നാണോ, അല്ലെങ്കിൽ നിന്നിൽ ഭൂമിയിലെ സകല ഇസ്രായേൽ മക്കളും അനുഗ്രഹിക്കപ്പെടും? സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതിനകത്ത് ദൈവം എടുത്തു പറയുന്നില്ല അല്ലെങ്കിൽ ജാതികളെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേലിനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് പറയുന്നില്ല. സകലരെയും ഉൾപ്പെടുത്തിയാണ് ദൈവം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ, യാക്കോബ് എന്നുള്ള ആ ഒരു അബ്രഹാമിന്റെ കൊച്ചുമകന്റെ പേര് ദൈവം ഇസ്രായേൽ ആക്കിയതിന് മുൻപേ ഉള്ള കാര്യമാണിത്. ആ ഇസ്രായേലിന്റെ മക്കളാണ് ഇസ്രായേൽ മക്കൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? സകല വംശങ്ങളെയും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കും. അതായത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളെയും, ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് എന്നാണ്. നമുക്ക് ഉൽപ്പത്തി 17:3-4 കൂടി ഒന്ന് നോക്കാം. അവിടെ അബ്രഹാമിനോട് തന്നെയാണ് ദൈവം പറയുന്നത്. അതായത് അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ദൈവം അവിടെ അബ്രഹാമിനോട് നീ ഒരു ജാതിക്ക് പിതാവാകും എന്നാണോ? അല്ല, ബഹുജാതികൾക്ക് പിതാവുമാണെന്ന് ദൈവം മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ജനങ്ങളേക്കും രക്ഷ കൊണ്ടുവരാൻ ദൈവം മുമ്പേ പ്ലാൻ ചെയ്ത കാര്യമാണ്. അതാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഈ വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം അബ്രഹാം ബഹുജാതികൾക്ക് പിതാവ്, അതായത് മെനി നേഷൻസ്, അനേകം വംശങ്ങൾക്ക്, ജാതികൾക്ക് പിതാവാകും അബ്രഹാം എന്നാണ് ഈ വാക്യം പറയുന്നത്. കാരണം ഇതിന്റെ അതേ കാര്യം തന്നെ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതെ, നമുക്ക് യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, അവിടെ എന്താണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് ഹോശയ, അതായത് പഴയ നിയമത്തിൽ അധികം ആളുകൾ എടുക്കാത്തൊരു പുസ്തകമാണ് ഹോശയ. അതായത് ഹോശയ പ്രവാചകന്റെ ഏകദേശം അവസാന സമയങ്ങളിലായപ്പോഴാണ് ഈ ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. ഹോശയ 2:23 വാക്യത്തിൽ, ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും. അപ്പൊ പഴയ ഉടമ്പടിயின் പ്രകാരം ആരാണ് ദൈവത്തിന്റെ ജനമായിരുന്നത്? ഇസ്രായേൽ മക്കൾ. ആരാണ് ദൈവത്തിന്റെ ജനം അല്ലാതിരുന്നത്? ജാതികളായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ജനം അല്ലാത്തവരോട് ദൈവം എന്ത് പറയും എന്നാണ് പറയുന്നത്? നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും. അപ്പൊ അതവിടെ ഒരു പ്രവചനമല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെ അതിന്റെ അവസാനം ഭാഗം പറയുന്നുണ്ട്, ഹോശയ 2:23, നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും. അവരെ കുറിച്ച്, അതായത് ജാതികളെ കുറിച്ചാണ് അത് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, പണ്ട് ഇസ്രായേലായിരുന്നു ജനമെങ്കിൽ ജാതികൾ അകന്നവരായിരുന്നു, വളരെ അകന്നവരായിരുന്നു. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും ഗോലിയാത്തിനെ വിളിച്ചിരുന്നത് അഗ്രചർമ്മക്കാരൻ എന്നായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും അത്രയും അകന്നിരിക്കുന്നവരായിരുന്നു ജാതികൾ. എന്നാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും എൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അതെ, നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുക. കാരണം ഗോലിയാത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ശമര്യക്കാരെ, അതായത് യേശുക്രിസ്തു ശമര്യ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ശമര്യ സ്ത്രീ അതിശയിച്ചു പോയി, നീ യഹൂദനായിരിക്കും എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ശമര്യക്കാരെന്ന് പറയുമ്പോൾ യഹൂദനായിട്ട് ചെറിയൊരു ബന്ധമുള്ളവരാണ്. എങ്കിൽ പോലും അവരോട് പോലും സംസാരിക്കാതിരുന്ന യഹൂദൻ ജാതികളോട് എന്തുമാത്രം ശത്രുത ഉണ്ടാവും? നിങ്ങൾക്കതൊന്ന് സങ്കല്പിച്ചു നോക്കാം. ബൈബിളിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അവരെ നായ്ക്കളായിട്ടാണ് എണ്ണിയിരുന്നത്. അതെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വായിച്ച വാക്യം ഹോശയ 2:23. ഇങ്ങനെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോവാം. ഗലാത്യർ 4:21 21 മുതൽ താഴത്തേക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ നമുക്ക് പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? സാറ. അബ്രഹാമിന്റെ ഭാര്യയിലൂടെ അവൾക്ക് ജനിച്ചു ഇസഹാക്ക്, അല്ലെ? പക്ഷെ അതിനു മുൻപ് അബ്രഹാമിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, ഇസ്മായേൽ. അത് ആരിലൂടെയാണ് ജനിച്ചത്? അത് ഹാഗാറിലൂടെ. കാരണം സാറ മച്ചിയായിരുന്നു. അതെ, സാറയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ സാറയാണ് പറഞ്ഞ അബ്രഹാമിനോട്, എൻ്റെ ദാസിയുടെ കൂടെ പോവുക, എനിക്ക് മക്കളുണ്ടാകുമെന്ന്. അങ്ങനെയാണ് ഹാഗാറിലൂടെ ഇസ്മായേൽ ജനിക്കുന്നതും
പിന്നീട് ദൈവം അനുഗ്രഹിച്ച് സാറയിലൂടെ തന്നെ ഇസ്ഹാക്ക് ജനിക്കുന്നത്. സ്വതന്ത്ര ആരായിരുന്നു ഇതിൽ? അതിൽ സാറയായിരുന്നു സ്വതന്ത്രയായിട്ട് സ്ത്രീയായിട്ടുണ്ടായിരുന്നു. മറ്റേത് അടിമയായിരുന്നു, ദാസിയായിരുന്നു ഹാഗാർ. അതുകൊണ്ട് തന്നെ നോക്കേ ഗലാത്യർ 4:21 തുടങ്ങി ഒന്ന് വായിക്കാം. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. അതായത് ഇസാക്കിനെയും ഇസ്മായിലിനെയും കുറിച്ച് ഇത് സാദൃശ്യമാകുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ അതൊരു ഷാഡോ ആണ്. പഴയ നിയമത്തിൽ ഒരു ഷാഡോ ആണിത്. പുതിയ നിയമത്തിന്റെ ഒരു കാര്യം കാണിച്ചത് ഇതൊരു സാദൃശ്യമാകുന്നു എന്നാണ്. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ. ഏതൊക്കെ നിയമമുണ്ട് ബൈബിളിൽ? പുതിയ നിയമവും പഴയ നിയമം അല്ലെ? 2 നിയമങ്ങളാണ് ഈ സ്ത്രീകൾ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ. അത് ഏത് നിയമത്തെ കുറിച്ചാണ്? അത് പഴയ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അതായത് ജഡപ്രകാരമുള്ള, പക്ഷെ അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതിയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? പഴയ ഇസ്രായേലിനെ, അതായത് ജഡപ്രകാരമുള്ള അബ്രഹാമിന്റെ സന്തതിയെ ആരുടെ സന്തതിയായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ഹാഗാറിന്റെ സന്തതിയായിട്ട്. കാരണം നമുക്കത് വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. ഹാഗാറിന്റെ സന്തതിയാണ് പഴയ നിയമത്തിലെ ഇസ്രായേലിനോട് താരതമ്യപ്പെടുത്തിയിട്ടിരുന്നത്. അതെ. പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തോട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ജനം വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും സാറയിലൂടെ ഇസഹാക്കിനെയാണ് വാഗ്ദത്ത സന്തതിയായിട്ട് അവിടെ ദൈവം അനുഗ്രഹിച്ചത്. കാരണം ഇതെങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോൾ അതിശയിച്ചു പോകാം. അബ്രഹാമിന്റെ ശരിക്കും ഭാര്യ സാറയിലൂടെ വന്ന ഇസഹാക്കിലൂടെ അല്ലേ അപ്പൊ ഇസ്രായേൽ ഉണ്ടായത്? അപ്പൊ ഇസാക്കല്ലേ വാഗ്ദത്ത സന്തതി? ആ ഇസാക്കിലൂടെ വന്നവർ ഇപ്പോഴും വാഗ്ദത്ത സന്തതി ആയിരിക്കണമല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ബൈബിളാണ് സംസാരിക്കുന്നത് ഇസാക്കിലൂടെ വന്ന ജഡീകമായ സന്തതി വെറും ഹാഗാറിൽ നിന്ന് ജനിച്ച ആ ഒരു ദാസിയുടെ പുത്രന്മാരെ പോലെയാണ്, അടിമത്വത്തിലാണ്. കാരണം അവരെന്തിൻ്റെ അടിമത്വത്തിലാണെന്ന് ബൈബിളിൽ വ്യക്തമാണ്. കാരണം ക്രിസ്തു യേശുവിനെ സ്വീകരിക്കുകയോ സുവിശേഷം അനുസരിക്കുകയോ ചെയ്യാത്തവരെല്ലാം പാപത്തിന് അടിമത്വത്തിൽ തന്നെയാണ്, പിശാചിന്റെ അടിമകളാണ്. നമുക്ക് ഈ ഒരു കാര്യം കൂടി വായിക്കാം. യോഹന്നാൻ 10:16. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ 10:16 ആടുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞ കാര്യമാണ്. അതായത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അതായത് ഈ തൊഴുത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്, അല്ലെ, ഭൂമിയിലായിരുന്നപ്പോൾ. പക്ഷെ അവിടെ പറയണ ഈ തൊഴുത്തിൽ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും എത്ര ആട്ടിൻകൂട്ടമാണ്? യഹൂദന്മാർ വേറെ ആട്ടിൻകൂട്ടം, ജാതികൾ വേറെ ആട്ടിൻകൂട്ടം എന്നാണ് പറയുന്നത്. അല്ല, ഒരു ആട്ടിൻകൂട്ടം എന്നാണ് അതിനകത്ത്. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. യേശുക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും. അപ്പൊ അത് ജാതികള് ക്രിസ്തുവിനെ അനുസരിക്കുകയും അവന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഗലാത്യർ 3 ഇങ്ങനെയാണ് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോകണം. ഇതുവരെ നമ്മളൊന്ന് പുറമേ സഞ്ചരിച്ചു, പഴയ ഉടമ്പടി എന്താണ്, പഴയ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെയാണ് വാഗ്ദത്തം നിറവേറിയതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിൽ നിറവേറിയതിൻ്റെ അനവധി വാക്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. എന്നും പറഞ്ഞ് ഞങ്ങൾ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും എടുത്തിട്ടില്ല, ഞങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇന്നിവിടെ. അതുപോലും നമ്മളെ കാണിച്ചു തരുന്നത് എത്രമാത്രം അടിസ്ഥാനപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ. ദൈവത്തിന്റെ വചനം വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതെ, നമുക്ക് ഗലാത്യർ 3:14 വാക്യത്തിലേക്ക് പോവാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇവിടെ ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതേ സെയിം കാര്യം തന്നെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2:38 നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതൊന്ന് വായിക്കാം. കാരണം ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 2:38. അതായത് പത്രോസ് അപ്പോസ്തലനും പിന്നെ കൂടെ ഉണ്ടായിരുന്ന 11 അപ്പോസ്തലന്മാരുമാണ് അവിടെ പ്രസംഗിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
നിങ്ങൾക്കതൊന്ന് ഞാൻ വായിച്ചു തരാം. പത്രോസ് അവരോട്, നിങ്ങൾ അതായത് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ്ത് നാൾ വരുന്നത്. ഈ പെന്തക്കോസ്ത് നാളിലാണ് പത്രോസും അപ്പോസ്തലന്മാരും പ്രസംഗിക്കുന്നത്. എന്താണ് പ്രസംഗിച്ചത്? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക്, അതായത് ദേവാലയ പരിസ്ഥിതിയിലായിരുന്നു അവരുണ്ടായിരുന്നത്, അവിടെ കൂടിയിരുന്ന യഹൂദന്മാർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കാരണം അവർ മശിയയ്ക്ക് വേണ്ടി കാത്തിരുന്നവരാണ്. ആ മശിഹേനെ അവർ ക്രൂശിച്ചു എന്ന് മനസ്സിലാക്കിയ യഹൂദന്മാരാണ് ചോദിച്ചത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറഞ്ഞെന്താ? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ പരിശുദ്ധാത്മാവെന്നുള്ള വാഗ്ദത്തം യഹൂദന്മാർക്ക് അവിടെ ആദ്യമായി ലഭിക്കുകയാണ്. അവര് അനുസരിച്ചാൽ മാത്രം, അല്ലാതെ ഇത് കേട്ടതുകൊണ്ട് അവർക്ക് ലഭിക്കണില്ല. അവരോട് പറയണെന്താ? പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്ന ദാനത്തിനായും അവർ സ്നാനം ഏൽപ്പിൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യം 2:39 വാക്യത്തിലും നോക്കിക്കേ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളെ കുറിച്ചല്ല അവിടെ പറയണത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞോ? ഇല്ല. വാഗ്ദത്തം നിങ്ങൾക്കും, അതായത് ആത്മാവെന്ന വാഗ്ദത്തം. നേരത്തെ നമ്മൾ ഗലാത്യരിൽ വായിച്ചില്ലേ, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അവിടെ പറയുന്ന ദൂരസ്ഥന്മാരായ ഏവരും ജാതികളെ പറ്റിയാണ് ദൂരസ്ഥർ എന്ന് പറയുന്നത്. ഇവിടെ ദൈവം ആ ഒരു വാഗ്ദത്ത വിഷയം യഹൂദന്മാർക്ക് മാത്രമായിരുന്നില്ല കൊടുത്തിരുന്നത്, ദൂരസ്ഥരായിരുന്ന ജാതികൾക്കും കൂടിയായിരുന്നു ദൈവം അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. അതെ, സകല ജനങ്ങൾക്കും എന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതെ, എല്ലാവർക്കും ഉള്ളതാണ്. കാരണം അത് ഇപ്പൊ നമ്മൾ വായിച്ച കാര്യം വെച്ച് തന്നെ മനസ്സിലാക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോഴേ അബ്രഹാമിനോടും പറഞ്ഞെന്താ? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും, സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ബഹുജാതികൾക്ക് പിതാവാകും. നമുക്ക് ഇനി അടുത്ത ഒരു വാക്യത്തിലേക്ക് പോകാം. റോമർ 2:11. അവിടെ വേറെ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾക്ക് ബൈബിളിൽ പരിശോധിക്കാം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ ഒരു മുഖപക്ഷവും ഇല്ല. കാരണം നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഒന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്? നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പണ്ട് അറിയപ്പെട്ടിരുന്നത് ശൗൽ എന്നായിരുന്നു. ഏറ്റവും വലിയ തീഷ്ണതയുടെ ആയിരുന്നു പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേ തീഷ്ണത തന്നെ പൗലോസ് എന്ത് കഴിച്ചു? സുവിശേഷം അറിയിക്കാനും കാണിച്ചു. ഈ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 3:5 പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റൻ. പൗലോസിന്റെ ആ ഒരു ക്രെഡൻഷ്യൽസ്, അതായത് ആ ഒരു യഹൂദനാണല്ലോ പൗലോസ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, അല്ലെ, ഏറ്റവും ടോപ്പ് ക്ലാസ്സിലേക്കുന്ന ഒരാളാണ്, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, അതായത് ബ്ലെയിംലെസ്. അപ്പൊ പൗലോസല്ലേ ഏറ്റവും നല്ല യഹൂദനപ്പാ, അല്ലെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. യഹൂദന് വേണ്ട എല്ലാ കാര്യങ്ങളും പൗലോസിനുണ്ട്. അപ്പൊ ഏറ്റവും നല്ല യഹൂദനും ഓൾറെഡി എന്താണ്, ദൈവത്തിന്റെ ഒരു ജനവുമായിരിക്കേണ്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നോ പൗലോസ്? അതെ. പക്ഷെ ഈ പൗലോസിന് പോലും ദൈവം മുഖപക്ഷം കാണിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലനും പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിനായും സ്നാനമേൽക്കേണ്ടി വന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2:16 വാക്യത്തിലാണ് അത് കാണുന്നത്. പൗലോസിനെ കുറിച്ച് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് പുതിയ നിയമപ്രകാരം. അത് നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ പൗലോസ് അപ്പോസ്തലനോട് അനന്യാസ് വന്നിട്ട് പറയണേണ്, ഇനി നീ താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക, സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പോസ്തല പ്രവൃത്തി 22:16 അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ഈ പൗലോസിന് പോലും ഇത് ചെയ്യേണ്ടി വന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്കൊരു വഴിയുമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മൾ ഇന്ന് ഭൗതിക ഇസ്രായേൽ മക്കളെ കുറിച്ചുമാണ് അവരെ സംബന്ധിച്ചും കൂടിയാണ് സംസാരിക്കുന്നത്. അവർക്കിന്ന് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? പൗലോസ് അപ്പോസ്തലന് അതാണ് വഴി. പൗലോസ് അപ്പോസ്തലന് ദൈവം കൊടുത്ത വഴി അതാണെങ്കിൽ അവർക്കിന്ന് വേറെ വഴി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പാപങ്ങളെ കഴുകിക്കളയാൻ പറ്റുമോ? ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ ആക്കുമാറാക്കുവാൻ പറ്റുമോ? ഇല്ല. ഈ പൗലോസ് അപ്പോസ്തലനാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഭൗതിക ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങനെ തുടർന്ന് പഠിക്കാൻ പോകുന്നത്.
നമുക്ക് എഫേസ്യർ 2:13 തുടങ്ങി ഒന്ന് വായിക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ആരെക്കുറിച്ചാണ് ഈ ദൂരസ്ഥർ എന്ന് പറയുന്നത്? ജാതികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ആ രണ്ട് പക്ഷങ്ങൾ ഏതൊക്കെയായിരുന്നു? യഹൂദനും ജാതിയും. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. ആർക്ക് മധ്യായിരുന്നു ആ വേർപാടിന്റെ നടിച്ചുവർ ഉണ്ടായിരുന്നത്? യഹൂദനും ജാതികൾക്കും മധ്യായിരുന്നു ആ വേർപാടിന് നടിച്ചുവർ. അതെ, യഹൂദന്മാർക്കും ജാതികളുടെ മധ്യ ഒരു വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. എത്ര പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു ദൈവം? ഒരു പുതുമനുഷ്യൻ. സമാധാനം ഉണ്ടാക്കി. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ, സഭയാണ് ക്രിസ്തുവിന്റെ ശരീരം, ആ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്കും സമാധാനവും സുവിശേഷിച്ചു. ഒരു സുവിശേഷം, ഒരേ കാര്യമാണ് സുവിശേഷിച്ചത്, യഹൂദനായവനോടും ജാതിയായവനോടും. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആരിലൂടെ മാത്രമേ ഇന്ന് ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുള്ളൂ? പിതാവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനമുള്ളൂ. അതായത് യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഇരുപക്ഷക്കാർക്ക്, അതായത് യഹൂദനായാലും ജാതിയായിരുന്നവനായാലും യേശുക്രിസ്തുവിലൂടെ. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല. യോഹന്നാൻ 14:6 നിങ്ങൾക്കത് പോയി പരിശോധിച്ചു നോക്കാം. അപ്പോൾ ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പൊ യഹൂദനും ജാതിയായവനെ എല്ലാവരും ഒന്നാക്കി ദൈവം അവരിൽ വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പദ്ധതി. അല്ലാതെ യഹൂദന്മാർ, അത് ദൈവത്തിന്റെ ഒരു ദൈവത്തിന് യഹൂദന്മാരുമായിട്ട് പണ്ട് മുതലേ പദ്ധതി അവരോട് മാത്രം ഉണ്ടായിരുന്നിട്ട് അവര് തള്ളിക്കളഞ്ഞത് കൊണ്ട് ദൈവം കൊണ്ടുവന്നൊരു കാര്യമല്ല സഭ അല്ലെങ്കിൽ ജാതികളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാം. അപ്പൊ യഹൂദന് കുറച്ച് അസൂയൊക്കെ വന്നോളും. അപ്പൊ എന്നിട്ട് ആ യഹൂദന് അസൂയ വന്ന് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാതികളെ മാറ്റാം, എന്നിട്ട് യഹൂദന് അവരായിട്ടുള്ള പദ്ധതി കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയല്ല ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെയാണെങ്കിൽ ബൈബിള് ദൈവത്തിന്റെ വചനമല്ല, അത് നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. കാരണം ഫുള്ള് വിരോധങ്ങളും കോൺട്രഡിക്ഷൻസും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. തന്നെയും പിന്നെയും മനസ്സിലായില്ലെങ്കിൽ തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങളുടെ ഈ വീഡിയോയിൽ എത്രമാത്രം ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല, അത് നീണ്ടുപോകും. ഓക്കെ, എഫേസ്യർ 2:13 തുടങ്ങി 22 വരെയാണ് ഞങ്ങൾ വായിച്ചത്. ഇനി നമുക്ക് ഗലാത്യർ 3:28 ഒന്ന് പോവാം. ഇന്ന് ഒരുപാട് വാക്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. ഗലാത്യർ 3:28, ഗലാത്യർ 3:27 തുടങ്ങി വായിക്കാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആദ്യമേ നമ്മൾ കണ്ടതാണ്, പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തിനായും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. ആ സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്നാണ് പറയുന്നത്. അപ്പൊ യഹൂദനും യവനനും ഒന്നുമില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യഹൂദനും യവനനും ഇല്ല, ദാസനും സ്വതന്ത്രനും ഇല്ല, ആണും പെണ്ണുമില്ല. ആ ഒരു വേർപാട് തന്നെ ദൈവം എടുത്തു കളഞ്ഞു, എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കുകയാണ് കാണുന്നത്. അതെ, നമുക്ക് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി യഹൂദനെന്നില്ല യവനെന്നില്ല എന്ന് ദൈവം പറയുമ്പോൾ ആളുകൾ ഇന്ന് പറയുന്നതാണ്, ഓ ദൈവത്തിന്റെ ജനം യഹൂദനാണ്, അവർക്കാണ് ഏറ്റവും അല്ലേ, അവരെങ്ങനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണെന്ന് ഇന്ന് പറയാൻ പറ്റുമോ? പറയരുത്. കാരണം വചനം പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിന്റെ ക്രിസ്തുവിലായവരെല്ലാം ഒന്നത്രേ. ക്രിസ്തുവിനാകാത്തവരോ? റോമർ 8:1 വായിക്കാം. ആകയാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവധിയും ഇല്ല. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ക്രിസ്തു യേശുവിലുള്ളവർക്കാണ് ഒരു ശിക്ഷാവധിയും ഇല്ലാത്ത. ഇന്നൊരു യഹൂദൻ ക്രിസ്തുവിനെ തള്ളിന്ന്, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, അവൻ മശീഹ അല്ല, അവന്റെ സുവിശേഷം അനുസരിച്ചിട്ടില്ലെങ്കിൽ അവന് ശിക്ഷാവധി ഉണ്ടോ? തീർച്ചയായിട്ടും. അതെ, യഹൂദനായാലും അവന് ശിക്ഷാവധി ഉണ്ട്. ആരായാലും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷാവധി ഉണ്ട്. നമുക്ക് റോമർ 8:9 കൂടി വായിക്കാൻ പറ്റും. കാരണം അവർ ക്രിസ്തുവിനുള്ളവരല്ല, അല്ലെ? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ഒരു യഹൂദൻ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവനാണ്, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവനാണെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല, ക്രിസ്തു ദൈവമാണ്. നമുക്ക് വേറൊരു കാര്യം കൂടി കാണാം. ആ ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിക്കുന്നത് എങ്ങനെയാണ്?
സ്നാനത്തിൽ. അല്ലേ? ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. നമുക്ക് അപ്പോസ്തലപ്പെടുത്തി 2:38 ഞങ്ങൾ നേരത്തെയും പറഞ്ഞാണ് ആ സെയിം വാക്യം തന്നെ. 2:38 പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവിന്റെ ആത്മാവ് ലഭിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. എങ്കിൽ ആ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് റോമർ 8:9 നമുക്ക് പിന്നെയും ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ഇതേ കാര്യം തന്നെ ഇനി നമുക്ക് ഗലാത്യർ 3:29 കൂടി വായിക്കാം. ഇതെല്ലാം നമ്മൾ അതിശയിപ്പിക്കണം. കാരണം ലോകം പറയുന്നത് പോലെയല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് അവന്റെ വചനത്തിൽ. നമ്മൾക്ക് കാണാം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതല്ല നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്, ആ വചനത്തിലാണ് നമ്മളുടെ പ്രത്യാശയുള്ളത്. നമുക്ക് ഗലാത്യർ 3:29 വായിക്കാം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അപ്പൊ ക്രിസ്തുവിനുള്ളവരാരാണ്? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ. അത് യഹൂദൻ മാത്രം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, ക്രിസ്തുവിനുള്ളവരെല്ലാവരും അവരാണ് ശരിക്കും അബ്രഹാമിന്റെ സന്തതികൾ. അല്ലാതെ അബ്രഹാമിന് ജഡത്തിലുണ്ടായ സന്തതികളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. അബ്രഹാമിന്റെ സന്തതികൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകും.